വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സദസ്സിലെ മഹാപണ്ഡിതനായിരുന്നു വരരുചി. വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും അഗാധ പാണ്ഡിത്യം നേടിയിരുന്ന വരരുചി മഹാരാജാവിന് ഏറെ പ്രിയങ്കരനായിരുന്നു. മഹാരാജാവിന് വരരുചിയോടുണ്ടായിരുന്ന പ്രീതി മൂലം മറ്റു പണ്ഡിതന്മാർക്ക് വരരുചിയോട് കടുത്ത അസൂയയായിരുന്നു. സ്വാഭാവികം അല്ലേ? വരരുചിയുള്ളിടത്തോളം കാലം രാജാവ് തങ്ങൾക്കൊരു പ്രാധാന്യവും കൽപ്പിക്കുകയില്ലെന്ന് അവർ കരുതി. എങ്കിലും വരരുചിയുടെ അഗാധമായ ജ്ഞാനവും പാഠവും അവരിൽ പറഞ്ഞറിയിക്കാനാവാത്ത ഒരുതരം ബഹുമാനവും ഇഷ്ടവും ഉണ്ടാക്കിയിരുന്നു. എന്തൊക്കെ തന്നെയായാലും വരരുചി ഒരിക്കലെങ്കിലും ഒന്ന് തോറ്റു കാണണം എന്നത് അവരുടെ ഓരോരുത്തരുടെയും സ്വകാര്യ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ വിക്രമാദിത്യ മഹാരാജാവിനൊരു സംശയമുണ്ടായി. തൻ്റെ സംശയം രാജാവ് രാജസദസ്സിൽ ഉന്നയിച്ചു. രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ്? ഏറ്റവും പ്രധാന വാക്യം ഏതാണ്? ഇതായിരുന്നു സംശയം. രാജാവിൻ്റെ സംശയം കേട്ട് പണ്ഡിതന്മാർ പരസ്പരം നോക്കി. ആരും എന്തു പറയണമെന്നറിയാതെ തരിച്ചു നിന്നു. രാമായണത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. രാമായണം മുഴുവൻ കാണാപ്പാഠം ചൊല്ലാനും തയ്യാറാണ്. പക്ഷേ ശ്ലോകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് പറയുക, അയ്യോ വയ്യ. പണ്ഡിതന്മാർ ആശയക്കുഴപ്പത്തിലായി. അവർ തലകുമ്പിട്ടിരുന്നു. പണ്ഡിതന്മാർക്കറിയില്ലെന്ന് മനസ്സിലാക്കിയ രാജാവ് വരരുചിയുടെ നേരെ തിരിഞ്ഞു. രാജാവിന് ഉറപ്പായിരുന്നു വരരുചി ഉത്തരം പറയുമെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയും അസ്ഥാനത്തായി. വരരുചി ഇതാ തലകുമ്പിട്ടിരിക്കുന്നു. ഒടുവിൽ വരരുചിക്ക് അദ്ദേഹം 41 ദിവസത്തെ സമയം നൽകി. വരരുചി ആകെ സങ്കടത്തിലായി. അദ്ദേഹം ആരോടും മിണ്ടാതെ രാജധാനി വിട്ടിറങ്ങി. നേരെ യാത്ര തിരിച്ചു. വഴിയെ കണ്ടവരോടെല്ലാം അദ്ദേഹം രാജാവിൻ്റെ സംശയം ചോദിച്ചു. ആരും പറഞ്ഞില്ല. ഒടുവിൽ അദ്ദേഹം ഒരു കൊടുങ്കാട്ടിലെത്തി. വിശപ്പും ദാഹവും ക്ഷീണവും കൊണ്ട് തളർന്ന വരരുചി അടുത്ത് കണ്ട ആൽമരത്തിന് കീഴെ വിശ്രമിക്കാനിരുന്നു. വനദേവതമാരെ കാത്തോളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. ബാക്കി അടുത്ത ലക്കത്തിലായാലോ?